വെടിക്കെട്ടുകളുടെ നടത്തിപ്പിൽ പെസോയുടെ പുതിയ നിർദ്ദേശങ്ങൾ തീർത്ത പ്രതിസന്ധിയെ പരീക്ഷ എഴുതി തോൽപ്പിച്ച 74കാരൻ. കഴിഞ്ഞ അരനൂറ്റാണ്ടോളമായി വെടിക്കെട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒറ്റപ്പാലം വേങ്ങശ്ശേരി നിശാസദനത്തിൽ CR നാരായണൻകുട്ടിയാണ് പെസോയുടെ ഫയർ വർക്ക്സ് ഡിസ്പ്ലേ ഓപ്പറേറ്റർ പരീക്ഷ വിജയിച്ചത്. സഹപ്രവർത്തകൻ ദേശമംഗലം ഒരടിയത്ത് സോമസുന്ദരൻ ഫയർ വർക്ക്സ് ഡിസ്പ്ലേ അസിസ്റ്റന്റ് പരീക്ഷയും വിജയിച്ചു. എഴുത്തു പരീക്ഷയും കൂടിക്കാഴ്ചയും പൂർത്തിയാക്കിയായിരുന്നു ഇരുവരുടെയും വിജയം. പെസോയുടെ പുതിയ നിർദ്ദേശങ്ങളിൽ ഏറെ നിർണായകമായിരുന്നു ഫയർ വർക്ക്സ് ഡിസ്പ്ലേ ഓപ്പറേറ്റർ, ഫയർ വർക്ക്സ് ഡിസ്പ്ലേ അസിസ്റ്റന്റ് ലൈസൻസുകൾ. ദക്ഷിണേന്ത്യയിൽ തന്നെ ഇത്തരം ലൈസൻസ് ഉടമകൾ വിരളമാണെന്നിരിക്കെയാണ് ഇത്തവണ ഉത്സവ വെടിക്കെട്ടുകൾ പ്രതിസന്ധിയിലാകുമെന്ന് ഇവർ തിരിച്ചറിഞ്ഞത്. ഇതോടെ പെസോയുടെ കൊച്ചി കാക്കനാട്ടെ ഓഫീസിൽ നിയമാനുസൃതം അപേക്ഷ സമർപ്പിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു. കഴിഞ്ഞ മാസം എഴുത്തു പരീക്ഷയും അഭിമുഖവും പൂർത്തിയായതോടെ ഇരുവർക്കും വിജയം. ലൈസൻസ് ഒരാഴ്ചയ്ക്കകം ലഭിക്കും. ദേശമംഗലം അക്ഷയ ഫയർ വർക്ക്സിന്റെ ഭാഗമാണ് ഇരുവരും. നെമ്മാറ വല്ലങ്ങിവേല, ചിനക്കത്തൂർ പൂരം, ഉത്രാളിക്കാവ് പൂരം, കണ്ണമ്പ്ര വേല ഉൾപ്പെടെ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ പ്രധാന ഉത്സവങ്ങൾക്കെല്ലാം വെടിക്കെട്ട് ഒരുക്കുന്നത് ഇവരാണ്. ഇത്തവണ ഉത്സവകാലം തുടങ്ങാനിരിക്കെയാണ് സ്ഫോടക വസ്തു നിയമ ഭേദഗതിയിലെ വെടിക്കെട്ടുകൾക്ക് നിർബന്ധമായി മാറിയത്. ഫയർ വർക്ക്സ് ഡിസ്പ്ലേ ഓപ്പറേറ്റർ, ഫയർ വർക്ക്സ് ഡിസ്പ്ലേ അസിസ്റ്റന്റ് ലൈസൻസുകൾ ഇവർക്ക് ലഭിച്ചതോടെ ഒരു പരിധിവരെ ആശങ്കകൾ അകന്നു. വെടിക്കെട്ട് കരാറുകാരുടെ സംഘടനയായ ഫിമയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ നാരായണൻകുട്ടി 1970 മുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സോമസുന്ദരൻ കഴിഞ്ഞ 7 വർഷത്തോളമായി വെടിക്കെട്ട് നടത്തിപ്പിൽ സജീവമാണ്. ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും 11-ാം തീയതി കൊണ്ടുവന്ന നിയമപ്രകാരം ഒരമ്പലത്തിലും വെടിക്കെട്ട് നടത്താൻ പറ്റാത്തൊരു സ്ഥിതിയായി. മുമ്പ് ലൈസൻസിയും വെടിക്കെട്ട് കരാറുകാരനുണ്ടായാൽ മതി. ഇപ്പം അതിന് പുറമെ ഈ എക്സ്പ്ലോസീവ് നിയമത്തിൽ കൊണ്ടുവന്ന നിയമം, ഇതിൻ്റെ ഡിസ്പ്ലേ ഓപ്പറേറ്റർ ലൈസൻസും അതിൻ്റെ ഒരു അസിസ്റ്റൻറ്റും മസ്റ്റാണെന്ന് വന്നു കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യയിൽ തന്നെ ആർക്കും ഇല്ല. എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻറ്റിനും അത് ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുള്ള പരിചയമില്ല. അതുകൊണ്ട് അത് നിയമത്തിൽ പുതുതായത് കാരണം തൃശ്ശൂർ തന്നെ ഇപ്പോൾ ഈ പാറമേക്കാവ് വേലയും തിരുവമ്പാടി വേലയായിട്ട് നടത്താൻ ആളില്ലാതെ വന്നപ്പോൾ അവരതിനെ കോടതിയിൽ പോയിട്ട് പെർമിഷന് വേണ്ടി ചോദ്യം ചെയ്തപ്പോഴാണ് അവിടുന്ന് 2 ആളെ പറഞ്ഞയച്ച് ഒരു ലൈസൻസിയും കൂടി പറഞ്ഞയച്ചിട്ട് 3 ആൾക്ക് ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് ലൈസൻസ് കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ അതിന് മുമ്പേ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡേറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ തിങ്കളാഴ്ചയ്ക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫലമായി ഇന്നലെ പോയിട്ട് ഞാനും എനിക്കൊരു അസിസ്റ്റൻറ്റിനെയും കൂടി ഞാൻ അയാളെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ എക്സാം എഴുതി. അരമണിക്കൂർ നമുക്കൊരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്. 30 ക്വസ്റ്റ്യനാണ്. അതിൽ 50% മാർക്ക് സ്കോർ ചെയ്യണം. ഈ സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെടിക്കെട്ട് സംബന്ധമായിട്ടുള്ള ഓപ്പറേറ്റർക്ക് ചെയ്യേണ്ട അതിൻ്റെ കെമിക്കലിനെ പറ്റിയിട്ടും അതിൻ്റെ വിവരങ്ങളും മാത്രം ചോദിച്ചുകൊണ്ട് ഒരു മണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ട് ഓഫീസേഴ്സിൻ്റെ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് പാസ്സായിരിക്കുന്നത്. ഒരാഴ്ചയുടെ ഉള്ളിലാണ് ആ ലൈസൻസ് മദ്രാസ് റീജിയണൽ ഓഫീസിൽ നിന്ന് വേണം പ്രോസസ്സ് ചെയ്ത് വരാൻ. ആഴ്ചയുടെ ഉള്ളിൽ ആ ലൈസൻസ് ലഭ്യമാക്കും. ഈ ലൈസൻസ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് വെടിക്കെട്ട് ഡിസ്പ്ലേ നടത്താൻ. UTV ന്യൂസ്, പാലക്കാട്.